കൊല്ലത്ത് MDMA-യുമായി പിടിയിലായ അനില രവീന്ദ്രന്റെ ഇടപാടുകാരിലധികവും സ്ത്രീകൾ. കൊച്ചിയും കൊല്ലവുമായാണ് അനിലയുടെ പ്രധാന വിപണന കേന്ദ്രങ്ങൾ. ഉപഭോക്താക്കളിലധികവും കോളേജ് വിദ്യാർത്ഥികളാണ്. സ്വകാര്യ ഭാഗത്ത് ലഹരി ഒളിപ്പിച്ച് കടത്തുന്നത് ഇതാദ്യമായല്ല. കണ്ണൂരിൽ പിടിയിലായ ലഹരി കടത്തുകാരൻ അനിലയെ ഫോണിൽ ബന്ധപ്പെട്ടതിന്റെ തെളിവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ദിലീപ് ദേവസ്യ നൽകും വിശദാംശങ്ങൾ. ദിലീപ്, ഈ ജനനേന്ദ്രിയത്തിൽ MDMA ഒളിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഇതെങ്ങോട്ടാണ് ഈ പോക്ക് എന്ന് ആലോചിച്ച സമൂഹമാണ്. അങ്ങനെയാണ് ചോദ്യങ്ങൾ ഉയർന്നത്. ഇതിപ്പോൾ സ്ത്രീകളെ കേന്ദ്രീകരിച്ചാണോ ഈ അനില പ്രവർത്തിച്ചത്? എന്തായിരുന്നു അവരുടെ ഉദ്ദേശം? എങ്ങനെയായിരുന്നു പ്രവർത്തനം? റോഷ്നി, ബാംഗ്ലൂരുവിൽ നിന്ന് കൊച്ചിയിലേക്കും കൊല്ലത്തേക്കും വലിയ തോതിൽ ലഹരി എത്തിക്കുന്നതിലെ പ്രധാന കണ്ണിയാണ് ഇന്നലെ പിടിയിലായ അഞ്ചാലമൂട് സ്വദേശിയായ അനില രവീന്ദ്രൻ. ഈ അനില രവീന്ദ്രൻ ശരീരത്തിൻ്റെ സ്വകാര്യ ഭാഗങ്ങളിൽ ലഹരി ഒളിപ്പിച്ചുകൊണ്ട് ആദ്യമായിട്ടല്ല കേരളത്തിൽ എത്തിയിരിക്കുന്നതെന്നാണ് പോലീസിന് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കൂടാതെ 2021 സമാനമായ രീതിയിൽ MDMA കൈവശം വെച്ചതിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്ത ആളാണ്. കൂടുതലായും കൊച്ചിയിലെയും കൊല്ലത്തെയും സ്ത്രീകൾക്കാണ് ഇവർ ലഹരി മരുന്ന് നൽകുന്നത് എന്നാണ് ഇപ്പോൾ പോലീസിന് ചോദ്യം ചെയ്യലിലൂടെ മനസ്സിലായിരിക്കുന്നത്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഇത് ചില്ലറ ഇടപാടുകൾ മാത്രമല്ല, വലിയ തോതിൽ പണം നൽകുന്ന അല്ലെങ്കിൽ പണം ഇടപാട് നടക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഒരു കൊല്ലം സ്വദേശിയും കഴിഞ്ഞ ദിവസം കർണാടക രജിസ്ട്രേഷനുള്ള കാറിൽ അനിലയോടൊപ്പം വന്നിരുന്നു. ഇയാൾ കൊച്ചിയിൽ ഇറങ്ങുക എന്നാണ് ഈ അനില പോലീസിന് നൽകിയ മൊഴി. ഈ ആൾ ആരാണെന്നും ഇയാൾ എന്തിന് കൊച്ചിയിൽ ഇറങ്ങി എന്നുള്ള കാര്യങ്ങളടക്കം ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ള ഈ അനിലയെ കസ്റ്റഡിയിൽ വാങ്ങി റിമാൻഡിലുള്ള അനിലയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസ് ഇപ്പോൾ ഒരുങ്ങുന്നത്. പോലീസ് പറയുന്നത് കൂടുതലായും സ്ത്രീകളെ കേന്ദ്രീകരിച്ചാണ് അനില ലഹരി വിൽപ്പന നടത്തി വന്നത്. അത് കൊല്ലത്തും കൊച്ചിയിലും ഉണ്ടായിരുന്നു. ഇത് ചോദ്യം ചെയ്യൽ, കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും. അത് കൂടുതൽ ഗുണകരമാകുമെന്നാണ് പോലീസും കരുതുന്നത്. അതുകൊണ്ട് കസ്റ്റഡിയിൽ വാങ്ങാൻ കൂടുതൽ അപ്ഡേറ്റുകളും വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം തന്നെയാണ് ദിലീപ് പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പിടിയിലായിട്ടുള്ള അനില രവീന്ദ്രൻ ഇടപാടുകാരിലധികവും സ്ത്രീകളെയാണ് തെരഞ്ഞെടുത്തത് എന്ന വിവരമാണ് റിപ്പോർട്ടർ TV പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.